Hello everyone, this is Mohammed Alfan. Welcome to Skill to Succeed. അങ്ങനെ ഏറെ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 1 month എബോ ആയി കാണും റൈറ്റ്. ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ റീസൺ ഞാൻ ഓൾറെഡി എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ലാസ്റ്റ് വീക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ വർക്ക് കൊണ്ടാണ് അവിടെ സ്റ്റക്ക് ആയി പോയത്. അറ്റ് ദി സെയിം ടൈം എനിക്ക് എൻ നമ്പർ ഓഫ് ക്വയറീസ് ത്രൂ വാട്സ്ആപ്പ് അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ടും മെയിൽ ത്രൂ കിട്ടാറുണ്ട്. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ അപ്പം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം എക്സൽ ഒരു കടലാണ്, ഞാനൊരു ലേണറാണ്. സോ അതുകൊണ്ട് എനിക്ക് ആവുന്നത് അറിയുന്നത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ അതുപോലെ തന്നെ എനിക്ക് കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ ചെയ്യാത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ നമ്മളെ ക്വസ്റ്റ്യൻ വന്നത് സജീർ ബ്രോന്റെ അടുത്ത് നിന്നാണ്. അതായത് മുമ്പ് ചോദിച്ചത്, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ഈ ഫോമുല ലോക്ക് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതല്ലെങ്കിൽ അറിയാതെ കൈ കീബോർഡിൽ തട്ടിയാൽ ചെയ്തതൊക്കെ കൊലമാകില്ലേ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലേസ് ആ. സോ അതിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു മാറ്ററും കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഈ വരുന്ന സാറ്റർഡേ, അതായത് January 2nd, 2021 കാലിക്കറ്റിലുള്ള ഫോക്കസ് മാൾ വെച്ചിട്ട് ഞാൻ റീസെന്റ് ലോഞ്ച് ചെയ്ത ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഓതർ സൈനിങ് ഇവന്റ്, കൂടെ തന്നെ ഡൗട്ട് കൗണ്ടർ സെഷൻ ഉണ്ടാവും, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് സെഷൻ ഉണ്ടാവും. ടോട്ടലി ഫ്രീ എൻട്രി ആണ്. നിങ്ങളെക്കാളും കൂടുതൽ എനിക്കാണ് ആഗ്രഹം നിങ്ങളെല്ലാവരും കാണാനുള്ള. അപ്പൊ എന്തായാലും എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ അധികം വലിച്ചു നീട്ടുന്നില്ല, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ മുന്നിൽ കാണുന്ന ഒരു ചെറിയൊരു ഡാറ്റാബേസ് ആണ്. അതൊരു കൂൾ ഡ്രിങ്ക്സ് കമ്പനീന്റെ സെയിൽസ് റിപ്പോർട്ടോടെ കാണിക്കുന്നത്, ക്വാർട്ടർലി വൈസ് സെയിൽസ് റിപ്പോർട്ട്. ഇവിടെ കാണുന്ന ലിസ്റ്റ് ഓഫ് കൂൾ ഡ്രിങ്ക്സ് നെയിം, അതേപോലെ ക്വാർട്ടർലി വൈസ് സെയിൽസ് റിപ്പോർട്ടും. അതിന്റെ എൻഡ് കോളത്തിലും ലാസ്റ്റ് റോളിലും അതിന്റെ ടോട്ടലാണ് കാണിക്കുന്നത്. സോ ഈ കോളത്തിൽ കാണുന്ന എല്ലാ സെല്ലിലും ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്, സം ഫോർമുല. സി, ഇതിന്റെ ടോട്ടലാണ് ഇത് കാണിക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടലാണ് ഇത് കാണിക്കുന്നത്. സിമിലർ വേ ഓരോ ക്വാർട്ടർലി വൈസ് ടോട്ടലും ഈ ബിലോ ഈ റോസിൽ കാണിക്കുന്നുണ്ട്. സി, ഇവിടെ കാണാം, റൈറ്റ്. സോ ഈ റിപ്പോർട്ടിലുള്ള എവിടെയൊക്കെയാണോ ഫോമുല ഉള്ളത് അവിടെയൊക്കെ എനിക്ക് ലോക്ക് ചെയ്യണം, അതായത് വേറെ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റരുത്. സോ അത്തരത്തിൽ നമുക്കൊരു സ്പെഷ്യൽ പാസ്വേഡ് വെച്ചിട്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഈ കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+A പ്രസ് ചെയ്യുക. ശേഷം ഫോർമാറ്റ് സെൽ ഓപ്ഷനിലേക്ക് പോവുക. Ctrl+1 ആണ് ഷോർട്ട് കട്ട് കീ, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക മൗസിന്റെ ഫോർമാറ്റ് സെൽ ഓപ്ഷൻ എടുക്കുക. അതിലൊരു 6 കാറ്റഗറീസ് കാണും: നമ്പർ, അലൈൻമെന്റ്, ഫോൺ, ബോർഡർ, ഫിൽ, പ്രൊട്ടക്ഷൻ. അതിൽ ഏറ്റവും ലാസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന കാറ്റഗറിയിൽ പോവുക. ഏതൊരു എക്സലിലും ബൈ ഡീഫോൾട്ട് ആയിട്ട് ഈ ലോക്ക്ഡ് എന്നുള്ള ഓപ്ഷൻ ടിക്കിലായിരിക്കും. ജസ്റ്റ് അൺടിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം Ctrl+G പ്രസ് ചെയ്യുക. ക്ലിക്ക് ഓൺ സ്പെഷ്യൽ. ഇവിടെ കാണാം എൻ നമ്പർ ഓഫ് കമാൻഡ് ഓപ്ഷൻ, റൈറ്റ്. ശേഷം ഫോമുല ഓപ്റ്റ് ചെയ്യാം ആൻഡ് ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊക്കെ സെല്ലിലാണോ ഫോമുല ഈ ഷീറ്റിൽ, ആ സെല്ലുകളൊക്കെ ഗ്രേ കളറിൽ ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ പ്രസ് ചെയ്യുന്നു. സി, ഈ കോളത്തിലും ഫോമുലസ് ഉണ്ട്, ഇവിടെയും ഫോമുലസ് ഉണ്ട്, ഇവിടെയൊക്കെ നമ്പേഴ്സ് ആണ്, റൈറ്റ്. ഇനി ഈ റെസ്പെക്റ്റീവ് സെൽസ് ആണ് എനിക്ക് പ്രൊട്ടക്ട് ചെയ്തത്, അതായത് ഫോമുല കണ്ടെയ്ൻ ചെയ്ത സെല്ലാണ് എനിക്ക് ലോക്ക് ചെയ്യേണ്ടത്. വീണ്ടും Ctrl+1 പ്രസ് ചെയ്യുക, അതായത് സെയിം ഓപ്ഷനിലേക്ക് വരും, ഫോർമാറ്റ് സെല്ലിനുള്ള ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി പ്രൊട്ടക്ഷനിലേക്ക് വീണ്ടും വരാം. ലോക്ക്ഡ് ഓപ്റ്റ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ സെൽസ്, അതായത് ഫോമുല കണ്ടെയ്ൻ ചെയ്ത സെല്ല് മാത്രം ലോക്ക് ചെയ്തു. ശേഷം ഗോ ടു റിവ്യൂ, പ്രൊട്ടക്ട് ഷീറ്റ്. ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ 1 2 3, ഓക്കെ. അഗെയിൻ 1 2 3, ഓക്കെ. ഇപ്പോൾ ആ ഫോമുല കണ്ടെയ്ൻ ചെയ്ത സെൽസ് ഒക്കെ കംപ്ലീറ്റ് ലോക്ക്ഡ് ആയി. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. സി, എനിക്ക് പറ്റുന്നില്ല. The cell or chart you are trying to change is on a protected sheet. To make changes, unprotect the sheet. You might be requested to enter the password. അത് പാസ്വേഡ് ചോദിച്ചാലേ ഇത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഈ നമ്പേഴ്സിലോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ 7340 എന്നുള്ള Q3 അണ്ടറിലുള്ള ഞാൻ 1000 ഇൻസേർട്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോഴും ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്, ഫോമുലയിൽ ചേഞ്ചസ് വരുന്നു, പക്ഷേ ഫോമുലയുടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക നമ്മളൊരു ടാസ്ക് നമ്മൾ ജൂനിയേഴ്സിനെ അല്ലെങ്കിൽ കൊളീഗ്സിനെ ഏൽപ്പിക്കുമ്പോൾ ആ ഫോമുല ഇമ്പാക്ട് ചെയ്യാത്ത രീതിയിൽ അത് പ്രൊട്ടക്ട് ചെയ്യണം. ബൈ മിസ്റ്റേക്ക് ആ ഫോമുല എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡിസോർഡർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിത് വീണ്ടും അൺലോക്ക് ചെയ്യണം, അതായത് നോർമലിലേക്ക് എത്തിക്കണം. സോ അഗെയിൻ ഗോ ടു റിവ്യൂ, അൺപ്രൊട്ടക്ട് ഷീറ്റ്. ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് പാസ്വേഡ് 1 2 3 എൻ്റർ. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കൂ. സി, ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ കമന്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.